ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ വഴികാട്ടി എന്ന വർക്ക്ഷീറ്റാണ്. അപ്പോൾ എല്ലാവർക്കും വർക്ക്ഷീറ്റ് കിട്ടിയിട്ടുണ്ടാവും. 3ാം ക്ലാസ്സിലെ വഴികാട്ടി നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇത് 4ാം ക്ലാസ്സിലെ വഴികാട്ടി ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. അമ്മു സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഒരു അപ്പൂപ്പൻ മരച്ചുവട്ടിൽ അവശനായി കിടക്കുന്നത് കണ്ടു. എന്തു ചെയ്യും? അവൾ ആലോചിച്ചു. എൻ്റെ കയ്യിലെ ചോറ് അപ്പൂപ്പന് കൊടുക്കാമല്ലേ? അവൾ സ്വയം പറഞ്ഞു. അമ്മു ചോറ് ആ അപ്പൂപ്പന് വെച്ചു നീട്ടി. ആർത്തിയോടെ അപ്പൂപ്പൻ ആ ചോറ് കഴിച്ചു. വിശപ്പടങ്ങിയപ്പോൾ നന്ദിയോടെ ആ അപ്പൂപ്പൻ നോക്കി. അത് കണ്ട് അമ്മുവിൻ്റെ കണ്ണു നിറഞ്ഞു. ഇത് അമ്മുവിൻ്റെ കാര്യം. കൂട്ടുകാരെ, നിങ്ങൾക്ക് അമ്മുവിനുണ്ടായ പോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അമ്മുവിൻ്റെ അനുഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ്? അമ്മു സ്കൂളിൽ പോകുന്ന സമയത്ത് വഴിയരികിലൊരു അപ്പൂപ്പനെ കാണുകയും അദ്ദേഹത്തിന് അവളുടെ കയ്യിലുള്ള ഭക്ഷണം എടുത്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കിനി നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. പല തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവാം. ഒരു പക്ഷേ നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ റോഡ് മുറിച്ച് കിടക്കാൻ പ്രയാസപ്പെടുന്ന ഒരു വൃദ്ധയായ ഒരു സ്ത്രീയെയോ അപ്പൂപ്പനെയോ അമ്മൂമ്മനെയോ അല്ലെങ്കിൽ ഒരു കണ്ണ് കാണാത്ത ആളെയോ നിങ്ങൾ കണ്ടിരിക്കാം. ഏതെങ്കിലും മഴക്കാലത്ത് പീഡികത്തിണ്ണയിലൊക്കെ കിടന്നുറങ്ങുന്ന വൃദ്ധരായ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയോ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്തിരിക്കാം? ചിലപ്പം പുതപ്പൊക്കെ കൊടുത്തിരിക്കാം, ഡ്രസ്സ് കൊടുത്തിരിക്കാം. അവർ ആ പീഡികത്തിണ്ണയിൽ തണുത്ത് വിറങ്ങലിച്ച് കിടക്കുന്നത് കണ്ടിട്ട് നിങ്ങളൊരു പക്ഷേ എന്ത് കൊടുത്തിരിക്കാം? പുതപ്പോ എന്തെങ്കിലും വസ്ത്രങ്ങളോ എന്തെങ്കിലും കൊടുത്തിരിക്കാം അല്ലേ? അപ്പോൾ ഇതിലേതെങ്കിലും ഒരു അനുഭവം വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ എഴുതാൻ പറ്റും. അടുത്ത പ്രവർത്തനം എന്താണ്? കുറിപ്പ് തയ്യാറാക്കാം. നമുക്ക് ചുറ്റും ദുരിതം അനുഭവിക്കുന്നവരും വേദനിക്കുന്നവരുമുണ്ട്. അവരെ നമ്മൾ എങ്ങനെയാണ് സഹായിക്കുക? നമ്മൾ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ അവർക്ക് പുതുവസ്ത്രങ്ങൾ നൽകും, ഭക്ഷണം നൽകും. പിന്നെയോ ദുരിതം അനുഭവിക്കുന്നവർക്ക് നമ്മൾ വസ്ത്രം, ഭക്ഷണം, പിന്നെ എന്താ നൽകുന്നത്? അവർക്ക് ഗുളിക, നമ്മളുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയതും എന്നാൽ എക്സ്പയറി ഡേറ്റ്, അതിൻ്റെ ഉപയോഗിക്കേണ്ട അവസാനത്തെ ഡേറ്റ് കഴിയാത്തതുമായ മരുന്നുകളൊക്കെ ഉണ്ടാവും അല്ലേ? അതൊക്കെ നമ്മൾ പാവപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കും. അപ്പം മരുന്ന് കൊടുക്കും അല്ലേ? മരുന്നുകൾ എത്തിച്ചു കൊടുക്കും. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം? ഭക്ഷണം കൊടുക്കുന്നത് എഴുതാം, മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നത് എഴുതാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളാൽ കഴിയുന്ന ആരോഗ്യപരമായ രീതിയിലുള്ള സഹായങ്ങൾ കൊടുക്കാൻ പറ്റും. അവരെ ദുരിതം അനുഭവിക്കുന്നവരാണെങ്കിൽ അവരെ അവിടെ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, അവരെ കൈപിടിച്ച് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാൻ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾക്ക് കായികപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ ആരോഗ്യപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പിന്നെയോ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റും. പിന്നെയോ വീട് നിർമ്മിക്കാൻ സഹായിക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റും. ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ആരോഗ്യപരമായിട്ട് സഹായിക്കാൻ പറ്റും, സാമ്പത്തികപരമായിട്ട് സഹായിക്കാൻ പറ്റും, പിന്നെയോ വീട് നിർമ്മിക്കാൻ സഹായിക്കാൻ പറ്റും, മരുന്നുകൾ എത്തിച്ച് കൊടുക്കാൻ പറ്റും, അവർക്കുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ സർക്കാരുകളിൽ നിന്നൊക്കെ പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വീടിനടുത്തുള്ള അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിവുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അവരുടെ അവസ്ഥകൾ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും സഹായിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾ അവരെ എങ്ങനെയെല്ലാമാണ് സഹായിച്ചത്? കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് നിങ്ങൾ ആലോചിച്ചൊന്ന് എഴുതി നോക്കുക. ഒരു പക്ഷേ അങ്ങനെ അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ സഹായിക്കും, നിങ്ങൾ എന്തൊക്കെ നൽകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതി നോക്കാം. അപ്പം നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാനുള്ള അവസരം കിട്ടിയത്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണ് എഴുതുന്നത്? അപ്പം
നിങ്ങൾ വീടിനടുത്തുള്ള ആരുടെയെങ്കിലും അങ്ങനെ ഒരു വീട്ടിൽ പോവുകയും അവരെ മരുന്നുകൾ അവർ രോഗശയ്യയിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ അവിടെ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ എത്തിച്ചു കൊടുത്തിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ ഭക്ഷണമൊക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് നിങ്ങൾ വേറെ ഒരു വീട്ടിൽ പോയ സമയത്ത് അവർ ഭക്ഷണമൊന്നും കഴിക്കാതെ അവർ ഇരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ടൊരു പങ്ക് അവർക്ക് കൊണ്ടു കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്തത്, ഇപ്പം നമ്മൾ പറഞ്ഞു നേരത്തെ പീഡികത്തിണ്ണയിൽ കിടന്നുറങ്ങുന്ന അപ്പൂപ്പന് നമ്മൾ വസ്ത്രം കൊടുത്തിരിക്കാം. അതേപോലെ നിങ്ങളുടെ അടുത്ത വീട്ടിലുള്ളവർക്ക് ഇപ്പം നിങ്ങളൊക്കെ എന്തോ വസ്ത്രങ്ങളൊക്കെ വാങ്ങും, എന്നിട്ടോ ഫാഷൻ പോരാ, ഡിസൈൻ പോരാ, അത് രസമായില്ല, ഫിറ്റിംഗ് റെഡി ആയില്ല, അതിനെ ഷേപ്പ് ചെയ്തത് റെഡി ആയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് ജസ്റ്റ് ഒരു വട്ടം പോലും നമ്മൾ ഇട്ട് നോക്കാനുള്ള മനസ്സ് കാണിക്കില്ല, എന്നിട്ട് നമ്മളത് ഒഴിവാക്കും. അപ്പം അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്കൊരു ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത വീട്ടിലെ നിങ്ങളുടെ അതേപോലെയുള്ള ആളുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരു വസ്ത്രം വാങ്ങി കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളൊക്കെ നല്ല മിടുക്കന്മാരുമാണല്ലേ. അപ്പോൾ എന്താണോ നിങ്ങൾ ചെയ്തത് നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് എഴുതി നോക്കുക. അപ്പോൾ ഈ ഒരു 2 ആക്ടിവിറ്റീസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ബാക്കി ആക്ടിവിറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻസ് ആയിട്ട് അറിയിക്കുക. ഇതിൻ്റെ പോരായ്മകളും നിങ്ങളുടെ സജഷൻസും ഒക്കെ അറിയിക്കുക. നിങ്ങളുടെ കമൻസിനനുസരിച്ചായിരിക്കും നമ്മൾ തുടർന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഷാസ് ഓൺലൈൻ ട്യൂഷൻ സെൻറ്ററിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ 8075324835 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.